പറഞ്ഞപ്പോൾ തന്നെ നമ്മള് സപ്പോർട്ട് എല്ലാ കാര്യത്തിലും നമ്മളല്ലേ നമ്മള് സപ്പോർട്ട് ചെയ്യാൻ ഇല്ല. മിക്ക ബിഗ് ബോസ് പോയ ആൾക്കാർ ഇങ്ങനെയാണ് പറയൂല. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കിച്ചുവിൻ്റെ കാര്യങ്ങൾ കുറച്ചൊന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. കിച്ചുവിൻ്റെ കഴിഞ്ഞ ദിവസം കിച്ചു സുധിയുടെ ക്ലോത്തിങ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് കളക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിലും ഒക്കെ കണ്ടിരുന്നു. കിച്ചുവിൻ്റെ ബിസിനസ്സിൻ്റെ ആ ഡെവലപ്മെൻ്റ് ഒക്കെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആരുമില്ല, സഹായിക്കാനില്ലാത്തടത്തുനിന്ന് ഇത്രയൊക്കെ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അപ്പനും അമ്മയും മക്കളെ ഓരോ കാര്യത്തിനും സപ്പോർട്ട് ചെയ്താൽ പോലും അത് ശരിയാകണമെന്നില്ല, അവരതിലൊരു വിജയം കൈവരിക്കണമെന്നില്ല. അതേസമയം അപ്പനും അമ്മയും ഇല്ലാതെ വാശിയോടുകൂടി അന്തസ്സായിട്ട് തന്നെ 4 പേര് എന്നെ അറിയണം എന്നുള്ള ഇതിലൂടെ തന്നെ ആ കൊച്ചു കയറി വന്നു. കഴിഞ്ഞു പോയ കാലങ്ങളെ പറ്റി അതിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോയ്ക്ക് താഴെയായിട്ട്. ഒരുപാട് നീ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, ഇത് ഉയർന്നു വരുന്നതനുസരിച്ച് നെഗറ്റീവ് കമൻറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നാത്തിനാണെന്ന് എനിക്കറിയാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചട്ടം കിട്ടി അങ്ങ് ഇറങ്ങിക്കുവാണ്. അറിവില്ലാത്ത സമയത്ത് അത് എന്തോ ഒരു തെറ്റ് ചെയ്തു പോയി. അതിന് ആ തെറ്റത് മാപ്പ് പറഞ്ഞ് അത് പരസ്യമായിട്ട് അതിൻ്റെ തെറ്റിനെ പറ്റി പറയുകയും ചെയ്തു. ഇനി ആ വഴിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരാളെ, മോനെ ഇനി നീ അങ്ങനെ ഒരു ഇതിലേക്ക് പോകരുത് ഒരിക്കലും, നീ നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറയാൻ ഭയങ്കര സങ്കടമാണ് ആൾക്കാർക്ക്. എന്നതിനാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതിനെ എന്നെ ചെയ്തിട്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. കിച്ചു ഈ സോഷ്യൽ മീഡിയ വന്ന് ഒരു തോന്നിവാസങ്ങളും മറ്റൊരാൾക്ക് മോശം വരുന്ന രീതിയിലോ ഒന്നും കാണിക്കാൻ വന്നിട്ടില്ല. അല്ലെങ്കിൽ കൊച്ചു പിള്ളേരെ വഴിതെറ്റിക്കുന്ന രീതിക്കുള്ളൊരു വീഡിയോസ് ചെയ്യുക, അല്ലെങ്കിൽ അതിലൂടെ പിള്ളേരെ ആ ഒരു മോശം ഇതിലേക്ക് കൊണ്ടുപോകുക, അങ്ങനെ ഒരു കാര്യങ്ങളും ആ കൊച്ചൊന്നും ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നും ഒരു ശല്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മാറി നിന്ന് അവൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു. ഇടയ്ക്ക് അവൻ്റെ വീഡിയോ ചാനലിൽ അത്ര കുറച്ച് വീഡിയോസ് ഇടുന്നു, പിന്നെ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ ഇടുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്നാത്തിനാണ് വന്ന് ഇതിനെ ഇത്രയും നീ ഒരിക്കലും നന്നാകത്തില്ല, നീ രക്ഷപ്പെടത്തില്ല എന്നതൊക്കെയാണ് ചിലരങ്ങ് ശാപവാക്കുകൾ കൊണ്ടങ്ങ് കോരിച്ചൊരിയുവാണങ്ങ്. എന്നതിനാന്ന് അവർക്ക് പോലും അറിയത്തില്ലായിരിക്കും ഈ കൊച്ചിനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെങ്കിൽ ആരെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവം തമ്പുരാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം തമ്പുരാൻ കൂട്ടിനുണ്ടെങ്കിൽ ഒരു ശാപവാക്കുകൾ ആർക്കും വെക്കുകയില്ല, ഒന്നും സംഭവിക്കാൻ പോകത്തില്ല. അവർ നേരായ വഴിക്കൂടെ തന്നെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. കിച്ചുവിൻ്റെ ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രായത്തിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനുള്ള കഴിവും കൂടെ വേണം, എന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കഴിവില്ലാതെ എന്നാ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ടും ഒരു കാര്യമില്ല. അതിനുള്ള കഴിവുമുണ്ട്, എല്ലാം ഉണ്ട്. കിച്ചുവിന് പാടാൻ കഴിവുണ്ട്, അഭിനയിക്കാൻ കഴിവുണ്ട്, ഒരു ബിസിനസ് കൊണ്ടുനടക്കാൻ കഴിവുണ്ട്, മറ്റു മനുഷ്യരോട് എങ്ങനെ സംസാരിക്കണം എന്നും ഒക്കെ അവന് കൃത്യമായിട്ട് അറിയാം. ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയ വന്ന് നെഗറ്റീവിലൂടെ ഫെയിം ആകാനോ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവിലൂടെ ഞാൻ എല്ലാം നിറഞ്ഞു നിൽക്കണോ അങ്ങനൊന്നും ചിന്തിക്കുന്നൊരു കുട്ടിയല്ലത്. അതിന് മാന്യമായിട്ട് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ പേര് ഞാനായിട്ട് ചീത്തയാക്കിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ ആ രീതിക്ക് മുന്നോട്ട് പോകാനാണ് കിച്ചു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ടീഷർട്ടിൻ്റെ ഇതിലൂടെ തുടങ്ങി പൊട്ടും താടിയും പൊട്ടും അവർ നല്ലപോലെ സപ്പോർട്ടാണ്. പിന്നെ കിച്ചുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ കിച്ചുവിൻ്റെ അച്ഛൻ്റെ ചേട്ടനും ഫാമിലി അവർ ഭയങ്കര സപ്പോർട്ടായിട്ട് കിച്ചുവിനോട് ഉണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് ഞാൻ അവരുടെ ഫോട്ടോ വെച്ച് ആരോ ഇട്ടേക്കുന്നുണ്ട്, ഇവരൊക്കെ എവിടെ ആയിരുന്നു ഇത്രയും നാളും, കിച്ചുവിന് 10 പൈസ ഉണ്ടായപ്പോഴല്ലേ ഇവരൊക്കെ വന്നതെന്നും പറഞ്ഞൊരു പോസ്റ്റ് കണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, കിച്ചുവിൻ്റെ ഈ 10 പൈസ ഇല്ലായിരുന്ന സമയത്താണ് കിച്ചുവിനെ അവർ ചേർത്ത് പിടിച്ചത്. കിച്ചു പഠിക്കാൻ പോകാമെന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കോട്ടയത്തു നിന്ന് പോയിട്ട് കിച്ചു എവിടെയെന്നൊന്നും ഇവർക്കാർക്കും അറിയത്തില്ലായിരുന്നു. ആകെപ്പാട് ഈ ചേട്ടൻ്റെ മക്കളുമായിട്ടായിരുന്നു കോൺടാക്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പിള്ളേരുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്ത് അന്നേരം ഈ കിച്ചുവിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫ് അവരത് കാണുകയും വല്യമ്മ അത് കാണുകയും ചെയ്തു. പുള്ളിക്കാരിക്ക് അത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അവർ കരഞ്ഞേച്ച് പറഞ്ഞു, നീ ഇങ്ങനെ പോരെ, ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അന്ന് അവർ ചേർത്ത് പിടിച്ചതാണ്. ഇന്ന് വരെ അവരോട് നിറക്കി വിട്ടിട്ടില്ല. അവരുടെ കൂടെ തന്നെ അവർ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അതുപോലെ ചേർത്ത് പിടിച്ച് നിർത്തി അവൻ്റെ ഓരോ ഉയർച്ചയിലും അവരൊരു സോഷ്യൽ മീഡിയയിലും വന്ന് ആളാകാൻ നോക്കുന്നില്ല. ഞങ്ങൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവനിപ്പോൾ ഇത്രയും വന്നതെന്നോ എന്നൊന്നും. പക്ഷെ എല്ലാ കാര്യത്തിനും അവർ കൂടെയുണ്ട്, എല്ലാ കാര്യത്തിനും കൂടെയുണ്ട്. അതൊക്കെയല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പനും ഇല്ല അമ്മയും ഇല്ല, അങ്ങനെ വരുന്നവർക്കൊക്കെ അറിയത്തുള്ളൂ. നമുക്ക് ഏതൊരു കാര്യവും ആരാന്ന് പറഞ്ഞാൽ, എത്ര അടുത്ത അപ്പൻ്റെ ചേട്ടനോ അനിയനോ ആരാന്ന് പറഞ്ഞു, ഇനി അപ്പൻ്റെ അമ്മയാന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു കാര്യം പറയുന്നതിനൊക്കെ പരിധികൾ കാണും. നമുക്ക് അപ്പനോടും അമ്മയോടും എന്നാ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് തുറന്ന് പറയാം. അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു കുറ്റങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളാണെങ്കിൽ പോലും അത് അവർക്കുള്ളിൽ എന്നും രഹസ്യമായിട്ട് തന്നെ ഇരിക്കത്തേ ഉള്ളൂ. അവരൊരിക്കലും 4 പേരുടെ മുന്നിൽ വെച്ച് നമ്മൾ ചതിക്കത്തില്ല, അല്ലെങ്കിൽ നീ അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയത്തില്ല. അങ്ങനെയൊന്നുമില്ലാതെ അവൻ സ്വന്തമായിട്ട് അവൻ്റെ ജീവിതമാർഗം കണ്ടെത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കിച്ചുവിൻ്റെ ആ ക്ലോത്ത് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു കളക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാമേ. അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. എനിക്ക് പക്ഷേ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ആ ഒരു സീൻ കണ്ടപ്പോഴത്തേക്ക്. ആ കിച്ചുവിൻ്റെ ആ ഒരു പരിശ്രമത്തിനൊരു നമ്മളൊരു കാര്യത്തിൻ്റെ മെനക്കെട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിനൊരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. അതായത് സന്തോഷം തന്നെയാണ് എനിക്കും ഉണ്ടായിട്ടുള്ളത് ഇത് കണ്ടപ്പോഴത്തേക്ക്. ചെയ്തോടാ.
Looking for a t-shirt that defines you? Get custom designs at Loopzy by Kichu. Visit loopzybykichu.com today. Looking for a t-shirt that defines you? Get custom designs at Loopzy by Kichu. ലൂസി ബൈ കിച്ചു. ആ കിച്ചുവിൻ്റെ നോട്ടം നിപ്പും കണ്ടോ അത് കേൾക്കുമ്പോഴത്തേക്ക്, ആ ഒരു സന്തോഷത്തോടെ അഭിമാനത്തോടെയുള്ള നിപ്പ് കണ്ടോ. അതൊക്കെ ചിലരൊക്കെ ചോദിച്ചു ഇവൻ എന്നതാണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഗുണങ്ങളെന്ന്. ഇതൊക്കെ ഒരു ഗുണങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ മറ്റുള്ള പിള്ളേർക്കൊരു പ്രചോദനമല്ലേ. ഈ ഒരു പ്രായത്തിൽ ഇതുപോലെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക, അതിൻ്റെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറയുമ്പോൾ കാണുമ്പോൾ ഏതൊരാൾക്കും തോന്നും എനിക്കും ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്നാ എന്ന് തോന്നും. പക്ഷേ എങ്കിൽ സോഷ്യൽ മീഡിയ വന്ന് സമൂഹത്തിന് വേണ്ടത് എന്നതാ ചെയ്തതെന്ന് ചോദിക്കുന്ന പോലെ തന്നെ സമൂഹത്തിന് വേണ്ടാത്ത എന്നതാണ് സോഷ്യൽ മീഡിയ ഒന്ന് ചെയ്തതെന്ന് കൂടെ ഞാൻ അന്ന് ചോദിച്ചിരുന്നു. പറയുന്നവർക്ക് എന്നതും പറയാം. ഒരു മനുഷ്യനെ നെഗറ്റീവിലൂടെ തകർക്കണമെന്ന് വിചാരിച്ചാൽ അത് തകർക്ക് തന്നെ ചെയ്യാം. പക്ഷെ അതൊന്നും കിച്ചുവിനെ ബാധിക്കുന്നില്ല കേട്ടോ. കിച്ചുവിൻ്റെ കാര്യം കിച്ചുവിൻ്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാണെങ്കിലും അവരെല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. കിച്ചുവിൻ്റെ അച്ഛൻ്റെ ചേട്ടനുണ്ട്, അതുപോലെ തന്നെ വല്യമ്മയെന്ന് പറഞ്ഞ് പുള്ളിക്കാരുണ്ട്, ആ ഒരു പച്ച ചുരിദാറിട്ടുണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. അവരും അത്രയും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയും ഇടയ്ക്കൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക്. ആരും ഇല്ലാതൊക്കെ വരുന്നവർക്ക് ഈ വിഷമങ്ങൾ അറിയത്തില്ല. എല്ലാവരും ഉള്ളവർക്ക് ആരും ഇല്ലാത്തതിൻ്റെ വിഷമങ്ങൾ ഒരിക്കലും അറിയത്തില്ല. കാര്യം എനിക്ക് എപ്പോഴും ഈ കിച്ചുവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. കാര്യം എന്നോട് കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ വെച്ച് കിച്ചുവിൻ്റെ കാര്യം കമൻറ്റിലൂടെ ചോദിച്ചത് കിച്ചുവിനെ പറ്റി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണ് നിറയുന്ന പോലെ തോന്നിയത്. അമ്മ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അമ്മ നഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞാണ് എൻ്റെ 2 മക്കളുണ്ടായത്. ആ സമയത്തൊക്കെ എൻ്റെ അമ്മയുടെ ഒരു സാമീപ്യം ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാര്യം ഒരു ഡെലിവറി കഴിഞ്ഞ് നമ്മളൊരു കുട്ടി കൊണ്ട് വരുന്ന സമയത്ത് എനിക്ക് സിസേറിനായിരുന്നു. ആ സമയത്ത് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വേദനയായിരുന്നു എനിക്ക്. ആ അത്രയും വേദന എടുത്ത് നിൽക്കുന്നിടത്ത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുത്ത് എൻ്റെ കയ്യിലോട്ട് തരാൻ എനിക്കൊരാളുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു, ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളായിരുന്നു. അന്ന് ഇഷ്ടംപോലെ ബന്ധുക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളായിരുന്നു. അദ്ദേഹത്തിന് അവളെ എടുക്കാൻ പേടിയായിരുന്നു. കാര്യം 1 മാസം തികയാതുണ്ട് കുഞ്ഞ്, ഒരു ഇച്ചിരിയുള്ള കുഞ്ഞ്. പിന്നെ ചേട്ടൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ സുഖമില്ലാത്തായിരുന്നു. അമ്മയ്ക്ക് വന്നിങ്ങനെ നിൽക്കാനും പറ്റത്തില്ല, ഇവിടെ അച്ഛന് സുഖമില്ലാത്തതാണ്. പിന്നെ അന്ന് ചേട്ടനും അനിയനും വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ല. അവരുടെ ആരുടെയും കാര്യങ്ങൾ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് വന്ന് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, ചേട്ടൻ്റെ അമ്മയ്ക്ക്. അങ്ങനെ നിന്ന സമയത്ത് ഞാൻ വേദന എടുത്ത് പൊളഞ്ഞ സമയമുണ്ട്. കുഞ്ഞിനെ എനിക്കൊന്ന് എടുക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഈ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കുഞ്ഞ് കിടക്കുന്ന ആ ഒരു ടർക്കി വലിച്ചടുപ്പിച്ച് എൻ്റെ അടുത്തോട്ട് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ അങ്ങോട്ട് കിടത്താനായിട്ട് എനിക്ക് പറ്റാതെ വന്നിട്ടുണ്ട്. ഭയങ്കര പെയിനായിരുന്നു എനിക്ക്. പെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡായിരുന്നു മോള്. ഫസ്റ്റ് ബേബി എനിക്ക് കിട്ടിയില്ല, അത് സിസേറിയൻ തന്നെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് 2 വർഷം ആകുന്നതിന് മുമ്പുള്ളതാണ് ഈ മോള്. അപ്പോൾ അങ്ങനെ അടുപ്പിച്ചും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര പെയിനായിരുന്നു എനിക്ക്. കാര്യം അടുപ്പിച്ചായത് തന്നെ ഇപ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാണ് നിങ്ങൾ അടുപ്പിച്ചെടുത്ത് കുട്ടിയെ പ്രസവിച്ചത് ഓർക്കും. അതുകൊണ്ടല്ല, എനിക്ക് BP ആയിരുന്ന സമയത്ത്, ആ BP ഉണ്ടായിരുന്ന സമയത്ത് ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഈ സമയത്ത് BP ഉള്ളതുകൊണ്ട് ചിലപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നോർമലായിട്ട് എപ്പോഴും സാധാ BP വരാൻ സാധ്യതയുണ്ട്. പ്രഗ്നൻസി സമയം വരുന്ന BP ആ സമയത്ത് കാണത്തുള്ളൂ, അത് കഴിയുമ്പോൾ അതങ്ങ് മാറും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇനി അങ്ങനെ കൂടെ BP വന്നു കഴിഞ്ഞാൽ ഒരു ബേബി ഉണ്ടാകുന്നതിനെ പറ്റി നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അടുത്തൊരു കുട്ടി കൂടെ ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ശരിക്കും വേദനയായിരുന്നു. പിന്നെ ആ സമയത്ത് പ്രായവും കാര്യം നമ്മൾ അത്ര ഇതിനെപ്പറ്റി ഒരു അറിവ് ഒന്നും ഇല്ല, നമുക്ക് പറഞ്ഞു തരാനും ആരുമില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരിത്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് BP എന്ന് പറഞ്ഞ രസം ഇരിക്കുന്നവരും വന്നിട്ടില്ല. അത് അന്നേരം ഡോക്ടർ ഇത് പറഞ്ഞാണ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൽ. അതുകൊണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഒരമ്മയില്ലാത്തതിൻ്റെ വിഷമം ശരിക്കും അറിഞ്ഞതാണ്. അതുകൊണ്ടുണ്ടല്ലോ എനിക്ക് കിച്ചുവിന് അമ്മയുടെ ഒക്കെ കാര്യം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം കിച്ചു പറഞ്ഞിട്ട് എനിക്കൊരു അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് ആവശ്യമുള്ള സമയത്ത് എനിക്ക് കിട്ടാതെ വന്നത് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് വിഷമം തോന്നാറുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. എൻ്റെ കാര്യം കൂടെ അതിൻ്റെയൊക്കെ പറഞ്ഞു പോകുന്നല്ലേ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും. എങ്കിലും ഞാൻ എൻ്റെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ് എൻ്റെ കണ്ണ് നിറയുന്ന കാര്യം. എനിക്ക് അമ്മ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാര്യം ഭയങ്കര വിഷമമാണ്. നമുക്ക് ഈ ലോകത്ത് നമ്മുടെ അമ്മയും പിന്നെ നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിലെ അമ്മയാണ് നമുക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റുന്നത്, ഭർത്താവിൻ്റെ അമ്മയും. അങ്ങനെ എൻ്റെ അമ്മ പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ ചേട്ടൻ്റെ അമ്മ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോകുന്നു കൂടെ. കാര്യം ഇനി ലോകത്ത് നമുക്ക് അമ്മയെന്ന് വിളിക്കാനായിട്ട് ആരുമില്ല. അങ്ങനെ നമുക്കിനി ആരുമില്ല അമ്മയെന്ന് വിളിക്കാനായിട്ട്. അത് ഓർത്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം വന്നു. മറ്റേത് അമ്മയും കൂടെ അമ്മയുണ്ടല്ലോ എന്നുള്ളൊരിതുണ്ടായിരുന്നു അമ്മയെന്ന് വിളിക്കാനായിട്ട്. അതും പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ വിളിക്കാൻ ആരുമില്ലല്ലോ ഈ ലോകത്തെന്ന് ഓർത്തപ്പോൾ ഒരുപാട് സങ്കടം വന്നു. അതൊക്കെ അങ്ങനെയൊക്കെ വരുന്നവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം കേട്ടോ. കേട്ടതിന് ശേഷം ബാക്കി പറയാം. ശേഷം ഇപ്പം ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിന്റെ ഡൊമൈൻ ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. കണ്ടില്ലേ? അതാണ് ഇപ്പോഴത്തെ അതെ, കളക്ടർ വന്ന് നമ്മുടെ ഇത് ലോഞ്ച് ചെയ്തു. അങ്ങനെ സന്തോഷം. ഒരു സ്റ്റാർട്ടപ്പിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അതെ അതെ കളക്ടറൊക്കെ വന്ന് ചെയ്യുന്നത് വെച്ചാൽ അതെ 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 ടീഷർട്ടും കാര്യങ്ങളാണ്. ഇനി മുന്നോട്ട് എന്തായാലും ബിസിനസ്
ഇത് തന്നെ ആയിരിക്കും ടീഷർട്ട്. ഇനിയിപ്പം ഇത് മാറി മാറി എന്തെങ്കിലുമൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് അങ്ങോട്ട് വരുവാണെങ്കിൽ അതുപോലെ നോക്കണം. വേറെ എന്തെങ്കിലും ബിസിനസ്സിലോട്ട് മാറാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? അങ്ങനൊന്നുമില്ല, ടീഷർട്ടിന്റെ തന്നെ ഇപ്പം നോക്കുന്നു. ഇപ്പൊ വേറെ കുറച്ച് ഡിസൈൻസ് ഇറക്കണമെന്നുണ്ട്, കുറച്ച് കസ്റ്റംസ് ആയിട്ടുള്ള സാധനങ്ങൾ, പുറത്തുള്ള ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട്. ഓരോ റീലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. ആ ബ്രോ ഇപ്പൊ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ റേറ്റിന്റെ ഒരു ഇഷ്യൂ കാരണം കുറച്ചുകൂടെ റേറ്റ് കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കുന്നു. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ക്വാളിറ്റി നല്ല കൂടുതലായിക്കൊണ്ട് നമുക്ക് ആ ഒരു ഇത് കൊടുക്കുന്ന നമ്മളതനുസരിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഇത് ഇപ്പോഴും കുഴപ്പമില്ലാത്തൊരു റേറ്റിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഞാൻ ഈ പണ്ട് കിച്ചുവിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കാൻ കേട്ടോ, ഈ കൊച്ചിന് യാതൊരു ധൈര്യമില്ലാത്തൊരു കൊച്ചു. കാര്യം ഒരു ഒതുങ്ങിയ ഒരു ടൈപ്പായിരുന്നു. എന്നാ ചോദിച്ചാൽ ഇങ്ങനെ തലകുലുക്ക് മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ ഒന്നും അത് സംസാരിക്കുന്ന പോലും കേട്ടില്ല. അപ്പം ഞാൻ ഓർക്കുന്നു ഈ കൊച്ച് സുതി പോയി കഴിഞ്ഞാണെങ്കിലും ഇതൊരുമാതിരി പതുങ്ങിയുള്ള ഇരിപ്പായിരുന്നു. അപ്പം ഞാൻ ഓർക്കുന്നു ഈ കൊച്ച് എങ്ങനെ ഇനി ഒരു ബോൾഡായിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ നോക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇവരെല്ലാം ഒന്നിച്ചായിരുന്നു, രേണു കിച്ചുവൊക്കെ ഒന്നിച്ചായിരുന്നു. അന്നേരം ഓർക്കുമായിരുന്നു. അപ്പം രേണുവിന് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അന്ന് ഞാൻ ചിന്തിക്കുന്ന രേണു അത്ര അവർക്കതിൽ ഉണ്ടല്ലോ ഇത്രയും സ്ട്രോങ് ആയിട്ടൊന്ന് സംസാരിക്കാനും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനൊരിത് അവർക്കുണ്ടല്ലോ എന്നൊക്കെ. ഈ കൊച്ച് ശരിക്കും പക്ഷേ ഇപ്പം എനിക്ക് ഇതിനെപ്പറ്റി ഓർക്കുമ്പോണ്ടല്ലോ ഭയങ്കര അഭിമാനം തോന്നാറുണ്ട് ഈ കൊച്ചിനെ പറ്റിയൊക്കെ ഓർക്കുമ്പോഴത്തേക്ക്. കാര്യം ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും അതൊന്നും അവനെ ബാധിക്കുന്നില്ല. അവൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് അവൻ മുന്നോട്ട് പോകുന്നു. അവൻ അതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. എനിക്ക് എൻ്റെ കാര്യം പറയുന്നവരെടുക്കണം എന്നതും പറയട്ടെ, ഞാൻ എൻ്റെ വഴിയേ ഞാനങ്ങ് പോകുന്നു എന്നും പറഞ്ഞിട്ട് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അതിനെ ബാധിക്കാതെ അതിന് കിട്ടുന്ന കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളും, ഇതൊന്നും കുറച്ച് സന്തോഷങ്ങളല്ല, ഇതൊക്കെ വലിയ സന്തോഷങ്ങൾ തന്നെയാണ്. അതിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ പല കുട്ടികളും ഇതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. കാര്യം നമ്മൾ ഒരിടത്തും തോറ്റു കൊടുക്കുകയില്ല, നമ്മളെ തളർത്താൻ എത്ര പേരുണ്ടെങ്കിലും നമ്മൾ തോക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കൊച്ച്. അതിന് ഒരുപാട് പേര് ഒന്നിച്ചുകൂടി ആക്രമിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേങ്കിൽ അത് അനങ്ങുന്നേ ഇല്ല അതൊന്നും. ഇതൊക്കെ ഒരുപാട് പിള്ളേർക്ക് ഒരു നല്ലൊരു എന്നാ ഒരു മെസ്സേജാണ്, നല്ലൊരു മെസ്സേജാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്. കാര്യം ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് നമ്മൾ നോക്കുകയേ വേണ്ട, നമ്മൾ നമ്മുടെ വഴിക്ക് പോസിറ്റീവായിട്ട് പോവുക എന്നുള്ള ഒരൊറ്റ ഇതാണ്, ഒരു മെസ്സേജാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇനി അവരുടെ ഫാമിലി, അവർ ചേട്ടനും അതായത് കിച്ചുവിൻ്റെ വെല്ലിച്ചനും വെല്ലിമ്മയൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കിച്ചുവിന്റെ സംരംഭത്തിനെ കുറിച്ച് എന്താണ്? എന്താ സംരംഭം? അത് ഈ ഒരു പ്രായത്തിലൊക്കെ മടിക്കും. അവൻ പ്രായത്തിൽ ചെയ്യുന്നില്ലേ, അപ്പൊ എല്ലാരും കൂടെ ഇങ്ങോട്ട് ആയിരിക്കും അവന്റെ ബ്രാൻഡ് ഒന്ന് വിജയിപ്പിച്ച് അല്ലേ. അതിന് ഒരുപാട് തന്നെ യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാരും കൂടെ ഒക്കെ സഹായിച്ച് അവൻ രക്ഷപ്പെട്ട് അല്ലേ, നമ്മളൊക്കെ കൂടെ ഉണ്ടാവില്ലേ. അത് തന്നെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടട്ടെ. അത് നല്ലൊരു ഇതായിട്ടാണ്, ഇത്ര സന്തോഷത്തോടെയാണ് അവർ പറയുന്നത്, ഇത്ര സ്നേഹത്തോടെയാണ് അവരത് പറയുന്നത്. കറക്റ്റ് ടൈമാണ് അല്ലേ ബ്രോ? അല്ലേ, ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയായിട്ട് വളരാൻ പറ്റിയ ടൈമാണ്. നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് എനർജി ഒക്കെ കൂടുതലാണ്. ഫുൾ സപ്പോർട്ടായിരുന്നു ചേട്ടൻ. എങ്ങനെ ആദ്യമായിട്ട് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? പറഞ്ഞപ്പോ തന്നെ നമ്മള് സപ്പോർട്ടാണ്, എല്ലാ കാര്യത്തിനും നമ്മളല്ലേ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ. ബിസിനസ് ഒക്കെ ചെയ്തിട്ട് ഇത്തിരി ഇതാവട്ടെ, വരട്ടെ, വളരട്ടെ. അത് തന്നെ അവരെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അവർ തന്നെ സപ്പോർട്ട് ചെയ്യുക, വളർന്നു വരട്ടെ, നല്ല ഇതാകട്ടെ. ഞാനും ആഗ്രഹിക്കുന്നു കേട്ടോ കുറച്ച് ഒരുപാട് ഇതിൽ നല്ല ഈ ഒരു ഇത് തന്നെ നല്ലതായിട്ട് പോട്ടെ. പിന്നെ പുള്ളിക്കാരൻ്റെ കലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കളയാതെ ഒരു സൈഡിൽ കൂടെ അതും കൂടെ കൊണ്ടുപോകുക, എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ നോക്കുക. നല്ല കഴിവുണ്ട്, അഭിനയിക്കാൻ നല്ല കഴിവുണ്ട് കിച്ചുവിന്. കിച്ചുവിൻ്റെ ഒരുപാട് റീൽസ് ചെയ്യാൻ കണ്ടു കേട്ടോ, നല്ല ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. നല്ലൊരു കലാകാരനും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറേ ദിവസങ്ങളായിക്കൊണ്ട് സോഷ്യൽ മീഡിയ കാണുന്നൊരു കാര്യമാണ്, കിച്ചു ബിഗ് ബോസിലേക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സന്ദീപ് ഈയിടയ്ക്ക് പറഞ്ഞായിരുന്നു. അവനും ഒന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിൻ്റെ അവരോട് പറയില്ലെന്ന് പറയുന്നതുകൊണ്ടായിരിക്കാം അവരാരും അത് പുറത്ത് പറയാതിരിക്കുന്നത്. എന്നാണെങ്കിലും കിച്ചു ഉണ്ടെന്നുള്ളത് ശരിക്കും ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ കിച്ചുവിനോട് ചോദിച്ചിട്ട് കിച്ചു അതിനൊരു എസ് എന്നൊന്നും പറയുന്നില്ല. അത് അങ്ങനെ ഇവരാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല ഇല്ലേ. രേണു ആണെങ്കിലും പോകുന്നിടം വരെ ചോദിച്ചപ്പോഴും രേണു പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നിരുന്നത്. രേണു ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു, ബിഗ് ബോസിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം രേണു പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല. ഇങ്ങനെ ഞാനും കേൾക്കുന്നുണ്ട് എന്നെ വിളിക്കുന്നത്, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതിലാണ് പറയുന്നത്. കാര്യം പോയി കഴിഞ്ഞ് നമുക്ക് പറയാം, തുടങ്ങുമ്പോൾ അറിയാം ആരൊക്കെ ഉണ്ടെന്നുള്ളത്. എന്നാലും കിച്ചു അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം. ബിഗ് ബോസിലേക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ല, ഇതുവരെ എന്നെ വിളിച്ചില്ല. ഒരുപാട് വ്ലോഗേഴ്സ് ഒക്കെ ഇടുന്നതില് കിച്ചു ഉണ്ടെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇതുവരെ ഇല്ല. മിക്ക ബിഗ് ബോസ് പോയ ആൾക്കാർ ഇങ്ങനെയാണ് പറയൂല. അവസാനം നമ്മള് ഇല്ല എന്നെ ഇതുവരെ വിളിച്ചൊന്നുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കും, എന്ത് സന്തോഷമായിരുന്നു. അവസരം കിട്ടിയാ പോകും ബിഗ് ബോസിൽ. നോക്കട്ടെ, വന്നില്ലല്ലോ. ഹായ്.
അല്ലേ ബ്രോ, ഇതിപ്പോ ഒരുപാട് പേര് ചെയ്യുന്ന ഇതില്ലേ, ആ ഒരു പറയില്ല ഇത് ലിസ്റ്റ് ഇങ്ങനെ ഇത്ര ആ ഇത്ര പേരുണ്ട് നമ്മൾ നമ്മളെ വിളിച്ചില്ല ഇതുവരെ. വിളിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഇത് കഴിഞ്ഞ തവണ വേറെ 1-2 പേര് വിളിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ അതിനകത്ത് പറയും. ഇല്ല വിളിച്ചില്ല. പിന്നെ വേറെ എന്താണ് സിനിമയിലോട്ട് ഇല്ല, ഞാൻ ഇതുപോലൊക്കെ ഇപ്പൊ തന്നെ പോവും. ഇതുവരെ വേറെ ഒന്നും വന്നില്ല. സിനിമയിലോട്ട് താല്പര്യമുണ്ട്, വിളിച്ചാൽ എന്തായാലും. കിട്ടിയാൽ പോകും. എന്ത് സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തീർത്തേക്കുന്നത്. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം, കാണുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. വരട്ടെ, വന്ന് നല്ലതാകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയിലേക്കൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പറയാനൊക്കത്തില്ല. നമ്മൾക്ക് പ്രതീക്ഷിക്കാതിരിക്കുന്നവരൊക്കെ ആയിരിക്കും ആ ഒരു ഫീൽഡിലേക്കൊക്കെ കയറി വരുന്നത്. എന്നാലും വന്നാലും നല്ലതായിരിക്കും. അഭിനയിക്കാൻ കഴിവുണ്ട്, കഴിവില്ലാഴികയൊന്നുമില്ല, നല്ല കഴിവുണ്ട്. അതുകൊണ്ട് ആ ഒരു മേഖലയിലാണേലും മിന്നിത്തിളങ്ങാൻ സാധ്യതയുണ്ട്. എന്നാലും ബിഗ് ബോസിൽ പോകുന്ന കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളി അതിനകത്തെ ആ ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അവരെ കണ്ടില്ല കേട്ടോ. ഇനി അവരുണ്ടോ അതോ ഇനി എന്തെങ്കിലും കാരണം കൊണ്ടാണ് അവർ വരെ സാധാരണ അവരെല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നതാണ്. എല്ലാ കാര്യത്തിനും മറ്റേ താടിയും പൊട്ടും എന്ന് പറഞ്ഞ ഒരു ഫാമിലി എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. ഇവരിടയ്ക്ക് ഒരു യാത്രയൊക്കെ പോയായിരുന്നു. പക്ഷേ ഞാനൊന്ന് വിചാരിച്ചത്, ഇവരെ യാത്രയൊക്കെ പോയപ്പോൾ വിചാരിച്ചത് ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും ഓഡിഷനോ എല്ലാം പോയതായിരിക്കും എന്നാണ് വിചാരിച്ചത്. അതല്ല ഇനി ഇവർ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെന്നാണ് പിന്നെ പറയുന്നത് കേട്ടത്. ഇനി ചിലപ്പോൾ അതായിരിക്കാം, എന്നതായിരിക്കും നമുക്ക് കറക്റ്റ് അറിയില്ല. എന്നാണേലും ഈ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ സമ്മതിച്ചേ പറ്റുള്ളൂ. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനൊരു കാര്യം തുടങ്ങാനും അതിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ രീതിക്ക് ചെയ്തു പോകാനും പ്രേക്ഷകരെ പിടിച്ചിരുത്തി അത് സംസാരിക്കാനും. എന്നുള്ള ആ പരസ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് അത് കേട്ടപ്പോഴത്തേക്ക്. നമ്മൾ തിയേറ്ററിലൊക്കെ ഇരുന്ന് കേൾക്കത്തില്ല, ആ ഒരു ഫീൽ പോലെ തോന്നി കേട്ടോ. ലൂസി ബൈ കിച്ചു എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നു. നല്ലൊരു ഇതായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട്. അപ്പം കിച്ചുവിൻ്റെ ലൂസി ബൈ കിച്ചു ഒക്കെ ഉയർന്ന് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, നല്ല നിലയിലെത്തട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. എന്നാണേലും കിച്ചു പറഞ്ഞു, കിച്ചിൻ്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടില്ല, എനിക്ക് ഒരമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. എന്നാലും നിന്നെ പെറ്റമ്മ, അവരുടെ ആത്മാവ് എവിടെയാണേലും നിൻ്റെ കൂടെയുണ്ട്. പിന്നെ നിൻ്റെ അച്ഛൻ്റെ ആത്മാവും നിൻ്റെ കൂടെയുണ്ട്. അവരുടെ അനുഗ്രഹം നിനക്ക് ഇല്ലാതെ വരികയില്ല ഒരിക്കലും. അതുകൊണ്ടായിരിക്കാം എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ ഒരു ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് നിനക്ക് ആ ഒരു ആത്മാവ് തരുന്ന ശക്തിയായിരിക്കാം. അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കേട്ട് ഒത്തിരി വിഷമം വരുന്ന വാക്കുകൾ കേൾക്കുമ്പോഴും ഏത് മനുഷ്യനാണേലും പ്രതികരിച്ച് പോകുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയത്ത് പോലും നിശബ്ദമായിട്ട് പോകാൻ പറ്റുന്നത് ഒരുപക്ഷെ ആ ഒരു ആത്മാവിൻ്റെ ശക്തി തന്നെയായിരിക്കാം. നീ അതൊന്നും വേണ്ട മോനെ, നീ നിൻ്റെ വഴിയെ പോകൂ എന്നും പറഞ്ഞുകൊണ്ട് ആ കൂടെ ദൈവാനുഗ്രഹവും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയെല്ലാം ഒന്ന് സെറ്റാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഓരോ മനുഷ്യർ എന്നതെല്ലാം ചെയ്യാൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അതിലെന്തെങ്കിലും എവിടെയെങ്കിലും ആൾക്കാർക്ക് എത്താൻ പറ്റുന്നുണ്ടോ? അത് ദൈവാനുഗ്രഹം ഇല്ലഞ്ഞിട്ടല്ല കേട്ടോ, പിന്നെ ലക്കും കൂടെ വേണം. അതുകൊണ്ട് ഈ ഒരു പ്രായം അവർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രായം നല്ല പ്രായമാണ്. കാര്യം ചുറുചുറുക്കോടുകൂടി ഇന്ന് കാര്യങ്ങൾ മുന്നോട്ടുണ്ടായി. ഈ ഒരു സമയത്ത് ഇതിങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ വളരുന്തോറും നീ വളരുന്ന അനുസരിച്ച് തന്നെ നിൻ്റെ ബിസിനസ്സും വളർന്നുകൊണ്ടിരിക്കും. എന്നാണേലും കിച്ചുവിൻ്റെ അടുത്ത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അങ്ങ് ഒരു സന്തോഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള ഈ കിച്ചൻ്റെ ഓരോ വീഡിയോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമാണ്. ഓരോ ഉയരങ്ങളിലേക്ക് എത്തുന്ന കാണുമ്പോഴത്തേക്ക് അത് കാണാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. കിച്ചനെ പറ്റി അറിയാനും ഒക്കെ ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ അടുത്തോട്ടും കൂടെ ആയിട്ട് ഈ ഒരു വീഡിയോ കൊണ്ടുവന്നേ ഉള്ളൂ. എന്നാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നാണെന്നറിയാം. എന്നാന്ന് ആരും കമൻ്റ് ഒന്നും ഇടാത്തത്? വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? എന്തായാലും എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലെ വെള്ളത്തിൻ്റെ ഇതെല്ലാം ഇട്ട് എല്ലാവരും അല്ലാത്ത സമയത്ത് എന്തോരം കമൻറ്റ് ഇടുന്നവരാണ്, എന്നെല്ലാം കാര്യങ്ങൾ പറഞ്ഞിടുന്നവരാണ്. ആരെങ്കിലും ആ വെള്ളപ്പൊക്കത്തിനെ പറ്റി ഒന്നും പറയുന്നത് കേട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ടൗണൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ലാതെ പോകുന്നു. പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നു. എന്നാണെങ്കിലും മഴയൊക്കെ ഇന്ന് ഞങ്ങൾക്ക് കുറവായിരുന്നു. നല്ല വെയിലായിരുന്നു. രാവിലെ മുതൽ നല്ല തെളിച്ചൊക്കെ ആയിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ പെയ്യുന്നത്. രാവിലെ നല്ല കട്ട വെയിലായിരുന്നു. സൂര്യനൊക്കെ രാവിലെ വന്ന് ഞങ്ങളൊക്കെ ഒന്ന് നോക്കി, എല്ലാം ജീവനോടൊക്കെ ഉണ്ടോ അതോ വല്ലതൊക്കെ ഒഴുകിപ്പോയോ എന്നൊക്കെ നോക്കി ഉച്ചവരെയൊക്കെ ഇങ്ങനെ നടന്നു വെച്ച് സൂര്യൻ അങ്ങ് പോയി. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മഴക്കാറായി, കാര്യങ്ങളായി. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വെള്ളമാണ്, തീയും വെള്ളവും, അതിലൂടെ നമ്മൾ കളിക്കാൻ നിൽക്കരുത്. നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കുകയില്ല. എത്ര നീന്തറിയാവുന്നവരെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചില സമയത്ത് നമുക്ക് നീന്തി കയറാൻ പറ്റിയെന്ന് വരത്തില്ല. നല്ല അടിയൊഴുക്കും കാര്യങ്ങളും ഒക്കെയാണ് വെള്ളത്തിന് വരുന്നത്. അല്ലെങ്കിൽ പറയും ഞാൻ അക്കരെ ഇക്കരെ നീന്തിയിട്ടുള്ളതാണെന്ന്. അതൊന്നും നമുക്കിത് ബാധകം വരത്തില്ല. ചില സമയത്തൊരു നിമിഷം മതി. നമ്മൾ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി കഴിഞ്ഞാൽ എത്ര ഇതാന്ന് പറഞ്ഞാലും പെട്ടെന്ന് നമ്മൾ ഡൗൺ ആയി പോകും. അന്നേരം നമുക്കൊന്നും നമ്മുടെ മൈൻഡിൽ വരത്തുമില്ല. എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊന്നും വരത്തില്ല. അതുകൊണ്ട് വെറുതെ ആപത്തുകൾ വിളിച്ച് വരുത്താതിരിക്കുക. എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ ഇരിക്കുക. വെള്ളം കാണാനെന്നൊക്കെ പറഞ്ഞ് പോയി ഒരുപാട് വെള്ളം ഉള്ളിടത്ത് പോയി സൈഡിലൊക്കെ പോയി നിൽക്കും. അല്ലെങ്കിൽ വലിയ ആൾ കളിച്ച് നിൽക്കുന്നവരുണ്ട് ചിലരൊക്കെ.
വെള്ളമൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ എന്നെ നിസ്സാരമെന്ന് പറഞ്ഞ് പോയി നിൽക്കുന്നുണ്ട്. ഈ മണ്ണ് നനഞ്ഞ് കുതിർന്ന് കിടക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചവിട്ടി നിൽക്കുമ്പോഴായിരിക്കും അവിടെ ഇടിഞ്ഞങ്ങ് പോകും, നമ്മൾ അറിയുകയില്ല. അവിടെ നേരത്തെ നല്ല കട്ടിയുള്ള മണ്ണാണ്, നമ്മൾ ആ തുമ്പത്ത് പോയി നിന്നിട്ടും ഒക്കെ ഉള്ളതായിരിക്കും. പക്ഷെ മഴ പെയ്യുമ്പോൾ അങ്ങനെയല്ല, അതിനൊരു നനവ് വരും, ചിലപ്പോൾ അത് നമ്മൾ ചവിട്ടുമ്പോഴത്തേക്ക് ഇടിഞ്ഞു പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരെയൊക്കെ എല്ലാ കാര്യത്തിന് പോകുമ്പോഴും വീട്ടിലുള്ളവരെ പറ്റി ചിന്തിക്കുക. നമ്മൾ തിരിച്ച് ചെല്ലുന്നത് നോക്കി നമ്മുടെ വീട്ടിലുള്ളവർ കാത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാപത്തിലും ചെന്ന് പെടാൻ നമുക്ക് തോന്നുകയില്ല. നമ്മൾ നമ്മുടെ കാര്യം ഭീരുക്കളായിട്ട് ചിന്തിച്ചോട്ടെ, നമ്മളുടെ ബുദ്ധിയാണ് അവിടെ പ്രയോഗിക്കേണ്ടത്, അല്ലാതെ അവിടെ ഭീരു എന്നൊന്നും അല്ല ഇവിടെ വരേണ്ടത്. അല്ലെങ്കിൽ അവന് പേടി അവിടോട്ട് നീങ്ങാൻ അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാൻ എന്ന് പറഞ്ഞ് അതൊന്നും അതിൽ ബാധകമല്ല. അവിടെ ബുദ്ധിയാണ് മനുഷ്യൻ പ്രയോഗിക്കേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇതിനകത്തൊരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു, വെള്ളത്തിലോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു വീഡിയോ കാണിച്ചായിരുന്നു, വണ്ടി ഇറങ്ങിപ്പോകുന്നതൊക്കെ. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാ സഹായത്തിനും ഓടി നടന്ന വണ്ടി തന്നെയാണ് കേട്ടോ. ആ വണ്ടി ടയോട്ടയുടെ ഹില്ലിക്സോ അങ്ങനെയാണ്ടോ തോന്നുന്ന വണ്ടിയുടെ പേര്, ഹില്ലിക്സെന്നോ അങ്ങനെ എന്തോ പേരാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ എന്തോ പേരാണ് അത് കമ്പനി പറഞ്ഞേക്കുന്നത്. അത് വെള്ളത്തിൽ ഇറങ്ങിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത്രയും ധൈര്യത്തിൽ. എനിക്കൊന്നതിന് 40-50 ലക്ഷം വിലയാന്ന് തോന്നുന്നത്, കറക്റ്റ് എനിക്കറിയില്ല. 40 അത്രയും കണ്ടാന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് അത് അറിയത്തില്ല. അത്രയും കണ്ട വിലയുള്ള വണ്ടിയാണ്, നല്ല വിലയുള്ള വണ്ടിയാണ്. അപ്പം ആ വണ്ടി അതിൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ കുഴപ്പമില്ല എന്ന് അതിൻ്റെ കമ്പനിക്കാർ തന്നെ പറഞ്ഞേക്കുന്നതിൻ്റെ ഇതിലാണ് അദ്ദേഹം ആ വണ്ടി വെള്ളത്തിലേക്ക് ഇറക്കിയത്. പക്ഷേങ്കിൽ കുറേ ചെന്നപ്പോൾ ആഴം നല്ലപോലെ ആയിപ്പോയി, വണ്ടി നല്ലപോലെ അങ്ങ് താന്ന് വെള്ളത്തിലേക്ക് അത് ഓഫായി പോവുകയും ചെയ്തു. പിന്നെ സാമ്പത്തികമുള്ള ആളാണ്, അത് ശരിയാക്കി എടുക്കാനുള്ള നിവൃത്തിയുണ്ട്, എല്ലാം ഉള്ള ആളാണ്. അതുകൊണ്ട് പിന്നെ അതിൽ ഒരിതില്ല. പിന്നെ വെച്ചാൽ ആ ഒരിത് കാണിച്ചത് അത് ഒരാൾ കാണിക്കുമ്പോൾ അടുത്ത ഒരാൾക്കും കൂടെ അങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നും. ആ വണ്ടി വെള്ളത്തിൽ ഇറക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നൊന്നുമല്ല ചിന്തിക്കുന്നുണ്ട്, ആ പുള്ളി പോയി എന്നാൽ പിന്നെ ഞങ്ങളുടെ വണ്ടി പോയിക്കൂടെ എന്നോർത്തുകൊണ്ട് കാണിക്കുന്നത്, സാഹസം കാണിക്കാൻ വരുന്നുണ്ട് ചിലർ. അത് അന്നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എടുത്ത് അവർ എല്ലാ കാര്യത്തിനും ഓടി നടന്ന വേണ്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നു, ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിപ്പോൾ ന്യൂസിനകത്തോടെ എല്ലാം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ നിർത്താറായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമെന്നേ. അത് പറഞ്ഞാൽ കമൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ, കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യുക. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമെന്നേ.